എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ആർമിയിൽ ഇപ്പോൾ എക്സാം ആണ് ആദ്യം, അത് കഴിഞ്ഞ് ഫിസിക്കൽ, അത് കഴിഞ്ഞ് മെഡിക്കൽ, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് കാര്യങ്ങൾ. അപ്പോൾ അഗ്നിവീർ ആയതുകൊണ്ട് തന്നെ ആദ്യം എക്സാം ആണ്. അപ്പോൾ എക്സാം എന്നാണെന്നുള്ള ഡേറ്റ് ഇതാ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ആർമിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അഗ്നിവീർ GD ഒക്കെ അപ്ലൈ ചെയ്തവർക്ക് 22 ഏപ്രിൽ മുതൽ തുടങ്ങും. 22, 23, 24, 25, 29 എന്നീ ഡേറ്റുകളിലായിരിക്കും. 26 വരത്തില്ല, 29 ഏപ്രിൽ എന്നീ ദിവസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഷിഫ്റ്റ്, ഏതെങ്കിലും ഷിഫ്റ്റ് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8:30 to 9:30, 11:30 to 12:30, 2:30 to 3:30 എന്ന് പറയുന്ന ഈ 3 ഷിഫ്റ്റായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു ഷിഫ്റ്റിനിടയ്ക്ക് എക്സാം കാണും. 50 ക്വസ്റ്റ്യൻ, 60 മിനിറ്റ് സമയമാണ് ഉണ്ടാവുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അഗ്നിവീർ പോലെയാണ്, നമ്മൾ SSC പോലെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. SSCയുടെ എക്സാം സെൻറ്ററിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെജോറിറ്റി കിട്ടാനും ചാൻസ്. അപ്പോൾ അഗ്നിവീർ GDയുടെ ഡേറ്റ് നോട്ട് ചെയ്യുക. ഇനി അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഡേറ്റ് വരുന്നത്, അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വുമൺ മിലിറ്ററി പോലീസിന് ഏപ്രിൽ 30, 2024 ആയിരിക്കും. അതേ ഡേറ്റിൽ തന്നെ അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ 8ാം ക്ലാസ് പാസ്, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10 പാസും നടക്കുന്നതായിരിക്കുമെന്നതും ഓർത്തിരിക്കുക. ഇനി മെയ് 2 വരുമ്പോൾ സോൾജർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പെർമനൻറ്റ് പോസ്റ്റാണ്. നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ മെയ് 2 വരുന്നത്. മെയ് 2 സോൾജർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സോൾജർ ടെക്നിക്കൽ വെറ്റിനറി, ശിപ്പായി ഫാർമ, അതുപോലെ JCO എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലോട്ടൊക്കെ മെയ് 2 വരുന്നത്. ഇനി മെയ് 3 ലാസ്റ്റ് നടക്കുന്നത് ക്ലർക്കായിരിക്കും, അഗ്നിവീർ ക്ലർക്ക്. അഗ്നിവീർ ക്ലർക്ക് ടൈപ്പിംഗ്, അതൊക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ് അഗ്നിവീർ ക്ലർക്കിന്. അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ്, അഗ്നിവീർ ക്ലർക്ക് ടൈപ്പിംഗ്, ക്ലർക്കിന് തൊട്ട് ടൈപ്പിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് 30 മിനിറ്റ് ഉണ്ടാവും. അത് നടക്കുന്നത് മെയ് 3 നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ, ഏത് സൈറ്റ് വഴിയാണ് ഡൗൺലോഡ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അഗ്നിവീർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി കയറുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു JIA റോൾ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ റോൾ നമ്പറാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റോൾ നമ്പർ അത് എടുക്കുക. അതിവിടെ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുമ്പം യുവർ ഡേറ്റ് ഓഫ് ബർത്ത് വിൽ ബി യുവർ ഫസ്റ്റ് ടൈം ലോഗിൻ പാസ്വേഡ്, ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ. ആൻഡ് അത് വെച്ച് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യത്തെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് മന്ത് ഇയർ എന്ന് വെച്ച്, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 07/04/2002 അന്ന് ചേർത്തടിക്കുക, അതായിരിക്കും പാസ്വേഡ്. അത് വെച്ച് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അഗ്നിവീർ, അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്കെടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എടുക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത PDF മാത്രം അയച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ അഡ്മിറ്റ് കാർഡ് എടുക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് പ്രധാനമായിട്ട് ഞാൻ ബേസിക്ക് പറഞ്ഞു പോകാം. പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യം ID പ്രൂഫ് ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. ആധാറോ പാനോ എന്തായാലും ഒറിജിനൽ ID കാർഡ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഇത് ഇത്രയാണ്. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മുടെ SSC മോഡൽ പോലെ സെയിം തന്നെയാണ്. അതിനൊക്കെ പറ്റി ഞാൻ മുമ്പ് പ്രീവിയസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചേക്കുക. എല്ലാവരും നല്ലതുപോലെ പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.